എന്നാൽ 8 വർഷത്തിനിപ്പുറം അതേ നഗരസഭയിലെ ഉപാധ്യക്ഷ എന്ന ചരിത്ര നേട്ടത്തിനരികെയാണ് ആശാനാഥ്. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാപ്പനംകോട് മണ്ഡലത്തിൽ വിജയിച്ച BJP നേതാവ് കരിമം ചന്ദ്രൻ ഷോക്കേറ്റ് മരിച്ചതിനെ തുടർന്ന് 2017 നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് BJP ആശാനാഥിനെ കളത്തിലിറക്കിയത്. ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആശയെ 2020 മണ്ഡലം ചേർത്ത് നിർത്തി. ഇത്തവണ പാപ്പനംകോട് വിഭജിച്ച് കരിമം വാർഡ് രൂപപ്പെട്ടപ്പോഴും ആശയെ തന്നെ BJP സ്ഥാനാർത്ഥിയാക്കി. പാർട്ടിയുടെ വിശ്വാസം കാത്ത് 3ാം വട്ടവും കൗൺസിലിലേക്ക് എത്തിയതോടെ ഡെപ്യൂട്ടി മേയർ കസേരയും ആശയ്ക്ക് സ്വന്തം. തിരുവനന്തപുരം മേയർക്ക് ആദ്യ പരാതി. മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ അഴിമതിയിൽ അന്വേഷണം വേണമെന്ന ആവശ്യം. മുൻ മേയറെ പോലെ അഹങ്കാരവും ധാർഷ്ട്യവും ഉണ്ടാവില്ലെന്ന് ആശാനാഥ്. അതിനിടെ തിരുവനന്തപുരം മേയർ തെരഞ്ഞെടുപ്പ് CPM കോടതിയിലേക്ക്. മുൻ മേയർ ആര്യ രാജേന്ദ്രൻ നടത്തിയ അഴിമതികളെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് VV രാജേഷിന് പരാതി. കോർപ്പറേഷൻ മേയറായി ചുമതലയേറ്റതിന് പിന്നാലെ VV രാജേഷിന് ലഭിച്ച ആദ്യ പരാതിയാണിത്. മുൻ കോൺഗ്രസ് കൗൺസിലർ ശ്രീകുമാറാണ് പരാതി കൈമാറിയത്. ആര്യ രാജേന്ദ്രന്റെ കാലത്തെ അഴിമതികളെക്കുറിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇക്കാലത്ത് നഗരസഭയിൽ നടന്ന വിവിധ താൽക്കാലിക നിയമനങ്ങളിൽ സ്വജനപക്ഷപാതം നടന്നുവെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. SST ഫണ്ട് തട്ടിപ്പ്, നിയമനങ്ങൾക്ക് പാർട്ടി സെക്രട്ടേറിയറ്റിൽ നിന്നും ലിസ്റ്റ് ആവശ്യപ്പെട്ട് പിൻവാതിൽ നിയമനം നടത്തിയതിലും, കെട്ടിട നികുതി തട്ടിപ്പ്, വാഹന ഇൻഷുറൻസ് മെയിൻ്റനൻസ് തട്ടിപ്പ് തുടങ്ങിയവയിൽ സമഗ്ര അന്വേഷണം വേണമെന്നുമാണ് ശ്രീകുമാർ പരാതിയിൽ ആവശ്യപ്പെട്ടത്. തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാക്കാനുള്ള പാർട്ടിയുടെ തീരുമാനം തീർത്തും അപ്രതീക്ഷിതമെന്ന് ആശാനാഥ്. മുൻ മേയറെ പോലെ അഹങ്കാരവും ധാർഷ്ട്യവും ഉണ്ടാവില്ലെന്നും ആശാനാഥ് പറഞ്ഞു. കൗൺസിലർമാരുടെ യോഗത്തിൽ വച്ചാണ് വിവരമറിഞ്ഞത്. വളരെ ഭാരിച്ച ഉത്തരവാദിത്വമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. ജനങ്ങളിൽ ഒരാളായി നിന്ന് വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമെന്നും ആശാനാഥ് പറഞ്ഞു. 2017 അമ്മാവന്റെ അപ്രതീക്ഷിത വിയോഗമാണ് ഡിഗ്രിക്കാരിയായ ആശയെ തിരുവനന്തപുരം നഗരസഭയിലെ പാപ്പനംകോട് വാർഡിന്റെ കൗൺസിലറാക്കിയത്.